അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ചിലവാക്കണ ആളല്ല. അവള് അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രാരാബ്ധത്തിൻ്റെ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവരോട് ചോദിക്കണേ ശരിയല്ലല്ലോ, അറിയില്ല. പക്ഷേ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണ കാര്യമായിരിക്കുമോ. ചില ആളുകൾ ഭയങ്കര സെറ്റപ്പ് കാണിച്ചു വരുന്നു, അവരുടെ ഉള്ളിലെ സാമ്പത്തിക ഞെരുക്കങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത് പുറത്ത് കാണിക്കാത്തവരുണ്ട്, ചിലർ പറഞ്ഞു നടക്കണവരുണ്ട്. കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഞാനൊക്കെ ആ ടൈപ്പാണ്. എന്തിന് നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പറയണം? അത് നമുക്കൊരു ഹാപ്പി ആയി പോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ പോകുന്ന ഒരു പ്രകൃത. കഴിവതും എല്ലാവരെയും ഒന്ന് കൂടെ നിർത്താൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ പണ്ട് തുടങ്ങിയ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകൾ, അതായത് പണ്ട് രസികരാജാനമ്പ്രമൺ സൂര്യ ടി വിയിൽ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ ഞാൻ കൊച്ചിൻ കലാഭവനിൽ പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പിന്നെ കൊച്ചിൻ സാരംഗി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ സാഗ എന്നും പറഞ്ഞ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് കൊച്ചിൻ സെവൻ ആർട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ, പിന്നെ മണപ്പുറം കാർത്തിക എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രൂപ്പിൽ. അത് കഴിഞ്ഞിട്ട്